our two nations, one defined by the deep friendship between Prime Minister Netanyahu and Prime Minister Modi. ഇത് ചരിത്രമല്ല, ചരിത്രത്തിന്റെ തിരുത്തിയെഴുത്താണ്. ലോകത്തിന്റെ നയതന്ത്ര ഭൂപടത്തിൽ ഭാരതത്തിന്റെ കരുത്ത് വിളിച്ചോതിയ ഈ 2 ദിനങ്ങൾ. ഇസ്രായേൽ എന്ന കരുത്തുറ്റ രാജ്യം ഒരു ലോക നേതാവിന് മുന്നിൽ പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് ചുവപ്പ് പരവതാനി വിരിച്ചത് വെറുതെയല്ല. ടെലവീവിലെ ബെൻഗുറിയോൺ വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് അത്യപൂർവമായ കാഴ്ചയ്ക്കാണ്. ഒരു വിദേശ നേതാവിനെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തുന്ന പതിവില്ലാത്ത ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഭാര്യ സാറയും റൺവേയിൽ കാത്തുനിന്നു. വിമാനമിറങ്ങിയ മോദിയെ നോക്കി നെതന്യാഹു പറഞ്ഞു, ആപ്കാ സ്വാഗത് ഹേ മേരാ ദോസ്ത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിലുണ്ടായിരുന്നു ആ സൗഹൃദത്തിന്റെ ആഴം. സ്വീകരണത്തിനിടയിൽ ലോകം ശ്രദ്ധിച്ച മറ്റൊരു രസകരമായ കാര്യമുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ ജാക്കറ്റിലെ തൂവാലയുടെ അതേ നിറമായിരുന്നു സാറ നെതന്യാഹുവിന്റെ വസ്ത്രത്തിനും. നോക്കൂ മോദി, നിങ്ങളുടെ തൂവാലയും എന്റെ ഭാര്യയുടെ വസ്ത്രവും ഒരേ നിറമാണ് എന്ന് നെതന്യാഹു തമാശ രൂപേണ പറഞ്ഞപ്പോൾ മോദി നൽകിയ മറുപടി അഭിമാനകരമായിരുന്നു. ഇത് ഭാരതത്തിന്റെ ആത്മവായ കാവ്യാണ്. ഈ പറഞ്ഞതും ഈ നിറവും ചിലർക്ക് അസ്വസ്ഥതയുണ്ടാക്കാമെങ്കിലും ഇസ്രായേലിന്റെ മണ്ണിൽ പോലും കാവി ഇന്ന് ആദരവിന്റെ അടയാളമായി മാറിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ മോദി പ്രവേശിച്ചപ്പോൾ അവിടെ മുഴങ്ങിയത് ഇന്ത്യയിലെ BJP പരിപാടിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള മോദി മോദി വിളികളായിരുന്നു. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പദവി അദ്ദേഹവും സ്വന്തമാക്കി. അവിടെ വെച്ച് സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. പാർലമെന്റിലെ പ്രസംഗത്തിലുടനീളം മോദി എന്ന സഹോദരനെ കുറിച്ച് നെതന്യാഹു വാചാലനായി. Prime Minister Modi's personal embrace is something special. It's called the Modi hug. It's well known around the world. And when you hug someone closely, truly, you know it's not an act. It's a real thing. It's called the Modi hug. So I want to return the hug here too from every single one of the Knesset members. And it's not only an indication of the personal relations, of the personal friendship between us. കൂടാതെ ഈ ഒരു പ്രസംഗത്തിനിടയിൽ നെതന്യാഹു മറ്റൊരു രഹസ്യം കൂടി വെളിപ്പെടുത്തി. തന്റെയും ഭാര്യ സാറയുടെയും ആദ്യ ഡേറ്റിംഗ് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിലായിരുന്നു എന്ന്. When I met Sarah for the first time, I think our first or second date was in an Indian restaurant in Tel Aviv. It was Rina Pashkarna. And I have to tell you, there is no question. First of all, the food was unbelievable. And Sarah was introduced to it for the first time, so it was a great first date, not only with the food, the date was excellent too. So obviously I'm indebted to you, as are my children, and I want to tell you how deeply and from the heart we feel both our personal friendship and the friendship between our governments and our peoples, and may this continue and flourish and strengthen, as I'm sure it will as a result of this visit. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വെറും രാഷ്ട്രീയമല്ലെന്നും അത് രക്തം കൊണ്ടും ബലിയർപ്പണം കൊണ്ടും എഴുതപ്പെട്ടതാണെന്നും മോദി വികാരപരമായ പ്രസംഗത്തിൽ പറഞ്ഞു. I bring with me the greetings of 1.4 billion Indians and a message of friendship, respect and partnership. I also carry with me the deepest condolences of the people of India for every life lost in the barbaric terrorist attack by Hamas
October 7. We feel your pain, we share your grief. India stands with Israel firmly with full conviction in this moment and beyond. ഈ സ്നേഹപ്രകടനങ്ങൾക്കപ്പുറം ഭാരതത്തിന് ലഭിച്ചത് വൻ നേട്ടങ്ങൾ കൂടിയാണ്. പ്രതിരോധം, കൃഷി, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ പുതിയ വിപ്ലവം തന്നെ തീർത്തു. അതിലുപരി ഇന്ത്യയുടെ അഭിമാനമായ UPI ഇസ്രായേലുമായി ബന്ധിപ്പിക്കാനും ധാരണയായി. ഇനി ഇരു രാജ്യങ്ങൾക്കിടയിൽ പണമിടപാടുകൾ ഞൊടിയിടയിൽ നടക്കും. വ്യാപാരവും ടൂറിസവും കുതിച്ചുയരാൻ പോകുന്ന നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സൗഹൃദം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയത് അത്താഴ വിരുന്നിലായിരുന്നു. തന്റെ സുഹൃത്തിനെ ഞെട്ടിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി അണിഞ്ഞത് പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രമായിരുന്നു. ഈ ഭീകരവാദത്തിനെതിരെ തോളോട് തോൾ ചേർന്ന് പോരാടാനും ശാസ്ത്രത്തിൽ ലോകത്തെ ഞെട്ടിക്കാനും ഈ രണ്ട് കരുത്തന്മാർ ഇന്ന് ഒന്നിച്ചു നിൽക്കുകയാണ്. ഇത് വെറുമൊരു കൂട്ടുകെട്ടല്ല, നവഭാരതത്തിന്റെ ഭാവിയിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. ഇനി വിമർശകരോട് ഒന്നേ പറയാനുള്ളൂ. മോദി പെട്ടെന്ന് ഒരു നാൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സൗഹൃദങ്ങളൊന്നുമല്ല ഇതൊന്നും. മറിച്ച് കഴിഞ്ഞ 12 വർഷങ്ങളുടെ അശ്രാന്ത പരിശ്രമമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതം തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് ഉത്തരം ഒന്നേയുള്ളൂ: പ്രധാനമന്ത്രി നരേന്ദ്രമോദി.